ഓണത്തിന് ഡ്രസ് എടുക്കണ്ടേ? മുണ്ടും ഷർട്ടും ജുബ കയ്യില്, വേറെ ടീഷർട്ടും കയ്യില്, വേറെ തോർത്തും ബനിയനും. എന്തെങ്കിലും മെഴുവി വെക്കാതെ ഒരു കാര്യമായിട്ടുള്ള ഒരു പോയിന്റ് പറ. എന്തായാലും ഇത്തവണത്തെ ഓണത്തിന് ഞാൻ ക്ലാസ്സിനകത്തിട്ട് പടക്കം പൊട്ടിച്ചിരിക്കും. വിനായക പടക്കം പൊട്ടിക്കുന്നതിന് പറയണം. എനിക്ക് ലക്ഷ്മിക്ക് അറിയാം ഓടാനാണ്. പടക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ലക്ഷ്മിയുടെ പേര് എടുത്തിട്ട് എന്തിന്? എടാ ഇവൻ ക്ലാസ്സിലിട്ട് പടക്കം പൊട്ടിക്കുമ്പോ സാറ് ഞങ്ങളെ തൂക്കൂലേ? അപ്പൊ പടക്കത്തിന്റെ പേര് പറഞ്ഞാൽ മതി, ലക്ഷ്മിയുടെ പേര് എടുത്ത് ഇവിടെ ഇട്ട് എന്തിന്? എടാ ഇവനെന്താ എന്റെ കാമുകയല്ലേ ലക്ഷ്മി, നിനക്കെന്താണ്? നിന്റെ കാമുകി ആവുമ്പോ അവളെന്റെ പെങ്ങളല്ലടാ. നീ എന്തിനാ എന്റെ ഇടയിൽ വന്ന് കയറിയത്? വെറുതെ ചുമ്മാ. ഓണത്തിനെ കുറിച്ച് പറയടാ ഒന്ന്. നമ്മളെ വാഴയിലെ ഉണക്കി അത് മുണ്ടായിട്ട് കൊടുക്കാം. സിക്സ് പാക്ക് ഉള്ള മാവേലിയാണ് ഇത്തവണ ഓണത്തിന്. ഇത്തവണത്തെ അത്തപ്പൂ ഡിജിറ്റൽ അത്തപ്പൂ ആയിരിക്കും. അതെന്താ ഇത്തവണ അക്ഷയക്കാരാ പൂടുന്ന? നമ്മൾ നിന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് അറിയുന്നതാണോ നീ ഇങ്ങനത്തെ തമാശകൾ നമ്മുടെ തിറക്കുന്ന? ഈ സെയിം സാധനം എന്റെ മൈൻഡ് വന്നേ, ഞാൻ പറയായിരുന്നേ. കാര്യമായി ക്ലാസ്സിലെ പെൺകുട്ടികൾ എന്ത് ഡ്രസ് ഇടുന്നത്? ഞാൻ എന്റെ ക്ലാസ്സിലെ പെൺകുട്ടി അവർക്ക് ചോദിക്കണം. എടാ നിന്റെ വിചാരം ഇത് തമാശയാണെന്നാണ്? അതിൽ കുറച്ച് തമാശ ഉണ്ടായിരുന്നേട്ടാ. നിന്റെ ഈ തമാശ ആണല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിനക്കിവിടെ വേറെ എന്തിനാണ് ചെരുപ്പ്? പെണ്ണുങ്ങൾ ഏത് ഡ്രസ് ഇട്ടാന്ന് അറിയണം. സത്യം, നമ്മള് ഗേൾസും ബോയ്സും തമ്മിൽ ഒരു മാച്ചിങ് വരണ്ടേ, അതിനാ. ഇയാൾ കൂടുതൽ മാച്ചിങ് ഒന്നും ഉണ്ടാക്കണ്ട കേട്ടാ. ഇയാളെ കാര്യം നോക്കി ഇരി. കള്ളുടിക്കാനല്ലേ ഇയാൾ വരുന്നത്? ഓ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്. അതിനെ പറ്റി എന്താ ഒന്നും സംസാരിക്കാത്ത? ഒന്നും വേണ്ട. ഈ കള്ളുടിച്ചൊന്നും ഇവന്റെ സ്വഭാവം കണക്കൊന്നും അല്ല, എടുത്തിട്ട് അടിക്കുമല്ലേ. എന്നെ വേറെ ക്ലാസ്സിലെ ആളുകൾ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് വേറെ എവിടെയും പിടിപാടില്ലെന്ന്. എല്ലാരും 600 രൂപ വെച്ചിടുന്നു. എന്ത് പറയുന്നു? 1000 വെച്ചിട്ട് എന്നാലും ഒരു ഉഷാറുള്ളൂ. അപ്പൊ പൈസ ഞാൻ കളക്ട് ചെയ്താൽ തുടങ്ങാം. അപ്പൊ ഇത്തവണ ഓണ പരിപാടി ഇല്ലല്ലേ? എന്തിനാ ഞാൻ കള്ളനാ? ആശുപത്രി പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് സാധനങ്ങൾ എത്തിയിട്ടുമുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്താൽ നീ കള്ളൻ. നീ മറ്റേ പറഞ്ഞു എന്റെ കഷ്ടപ്പാട്. ഞാൻ മറന്നു. തേനി പോയി ഉടുപ്പിന് വേണ്ടി, ഗൂഡല്ലൂർ പോയി പടക്കത്തിന് വേണ്ടി, പട്ടുനൂൽ പുഴുവിനെ കേരളത്തിൽ കൊണ്ടുവന്ന് മെരിക്ക് ഉരുക്കി അരിക്കി എടുത്ത് ഓണത്തിനുള്ള പെമ്പുള്ളവർ പട്ടു അവിടെ തച്ചു കൊടുത്തവൻ. കൊണ്ടുവന്നു. തച്ച വേറെ ആളാ. പാലക്കാട് പോയി അരി കുത്തി. ഒന്നരിയാ ഒതന്റിക് ആയിട്ടുള്ള ഓണാഘോഷമാണ് ഞാൻ കൊണ്ടുവന്ന. എന്നിട്ട് അവൻ കള്ളൻ. അവന്മാർ ഇനി നിന്നെ കള്ളാന്ന് വിളിക്കും. ഓട്ടട കള്ള. ഇതിപ്പോ അവന്മാരെ കാട്ടി നീയാണ് എന്നെ കള്ളാന്ന് വിളിക്കുന്നത്. സോറിയുടെ കള്ള. പുല്ല് പറഞ്ഞു തുടങ്ങിയ വേറൊരു കാര്യത്തിലും ചെന്ന് അവസാനിച്ച വേറെ ഏതോ ഒരു കാര്യത്തിലും ഇത്തവണത്തെ ഓണവും പോയി കിട്ടി.